കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിർജിനിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഈ വിധി എന്ന് പറയുമ്പോൾ ഭാര്യയുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ഭർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് ചെയ്യുവാനായിട്ട് കോടതിയുടെ പെർമിഷൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ പെർമിഷൻ ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം അതിൻ്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ പറയാം. കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ദ കോർട്ട് ഡിസ്മിസ്ഡ് the husband's claim, ruling that forcing a woman to take a virginity test is a violation of her right to a dignified existence and her right to privacy under Article 21 of the Indian Constitution എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ, അത് ഭാര്യ ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ സ്ത്രീയുടെ മാന്യതയെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായത്? ഡിഗ്നിഫൈഡിനെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്തുമാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു വ്യക്തിക്ക് നൽകിയിട്ടുള്ള പ്രൈവസീനും കൂടിയാണ് ഇത് വയലേറ്റ് ചെയ്യുന്നത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ വിർജിനിറ്റി ടെസ്റ്റ് ചോദിച്ചുകൊണ്ട് കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധിയാണ് സാധാരണ ലഭിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.